നമുക്ക് ദൈവം നൽകിയായിരിക്കുന്ന രക്ഷ എത്ര വലുതാണല്ലേ. ലോകത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവം ചെയ്തതായിരിക്കുന്ന ഈ രക്ഷയെ നൽകാൻ വേണ്ടി സാധിക്കത്തില്ല. ദൈവം തൻ്റെ ഓമന പുത്രനെ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ക്രൂശില് ഏറ്റവും നീചമായ രീതിയിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ദൈവം ഇവിടെ ചെയ്തത് ആർക്കും ചെയ്യാൻ സാധിക്കാത്തതായിരിക്കുന്ന കാര്യമാണ്. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ദൈവം തൻ്റെ ഓമന പുത്രനെ ക്രൂശില് ബലി കൊടുത്തത്. അങ്ങനെ ദൈവം നമുക്ക് അങ്ങനെ ഒരു രക്ഷ നൽകി. അങ്ങനെ രക്ഷ ദൈവം നമുക്ക് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് ഇതുപോലെയുള്ളതായിരിക്കുന്ന ഈ ആത്മീയ കൂട്ടായ്മ അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. നമുക്കിതുപോലെ ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു? ഒരിക്കലും ഇല്ലായിരുന്നു. ദൈവം നമ്മളോട് കാണിച്ചത് വലിയ കരുതലും ആ വലിയ സ്നേഹവും കരുണയും ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ ബൈബിളിലുടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം തൻ്റെ മക്കളെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന വിധങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് വരുമ്പോൾ ആദവും ഹവ്വയും പാപത്തിൽ വീണപ്പോൾ ദൈവം അവരെ നശിപ്പിച്ചു കളഞ്ഞില്ല. ദൈവം അവരെ അതിൽ നിന്നും രക്ഷ വാഗ്ദാനം ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഉൽപ്പത്തി 3:15 നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇതിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം ഒരു ന്യായാധിപൻ മാത്രമല്ല രക്ഷകൻ കൂടിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ നോഹയുടെ കാലത്തിലേക്ക് വരുമ്പോൾ നോഹയുടെ കാലത്ത് ദൈവം നോഹയും കുടുംബത്തെയും രക്ഷിച്ചതായിരിക്കുന്ന കാര്യം ഉൽപ്പത്തി 6 മുതൽ 9 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ലോകത്തില് ദൈവം ന്യായവിധി നടത്തിയെങ്കിലും ദൈവം തൻ്റെ മക്കളെ അവിടെ രക്ഷിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ന്യായാധിപന്മാരുടെ കാലത്ത് വരുമ്പോൾ ദൈവജനം ദൈവത്തിൽ നിന്നകന്ന് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് ശത്രുക്കൾക്ക് അടിമയായി തീർന്നു. എന്നാൽ ആ അവസ്ഥയിൽ ഈ ദൈവജനം ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് അവരെ രക്ഷിക്കുന്നു. നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നതായിരിക്കുന്ന ഒരു കാര്യം, ദൈവം തൻ്റെ ജനത്തോട് ക്ഷമിക്കുന്നവനാണ്, മാത്രമല്ല അവരെ രക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല ഒരു ജനത്തെ മാത്രമല്ല വ്യക്തികളായിട്ടും ദൈവം രക്ഷിക്കുന്നവനാണെന്നുള്ള കാര്യം നമുക്കറിയാം. നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലോട്ട് വരുമ്പോൾ ദാനിയേൽ 6 സിംഹക്കുഴി കിടന്നിരുന്നായിരിക്കുന്ന ദാനിയേലിനെ ദൈവം രക്ഷിച്ചത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ദാനിയേല് 3 അധ്യായത്തിലോട്ട് വരുമ്പോൾ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചുളയുടെ നടുവിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവരെ രക്ഷിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ദൈവം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇടപെടുകയും അവരെ ഇടപെട്ട് രക്ഷിക്കുകയും ചെയ്യുന്നവനായ ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ ബന്ധത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തടവിൽ നിന്നുള്ളതായിരിക്കുന്ന അത്ഭുതകരമായ വിടുതലിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഹെരോദാവ് പത്രോസിനെ തടവിലാക്കിയപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 12 അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്കത് കാണാൻ വേണ്ടി കഴിയും. അതിന്റെ 5-ാം വാക്യത്തിൽ സഭ ശ്രദ്ധയോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവം തന്റെ ദൂതനെ അയച്ച് പത്രോസിനെ വിളിക്കുന്നു. പത്രോസിന്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്ന് അത്ഭുതകരമായിട്ട് പത്രോസിനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രാർത്ഥനയുടെ വലിയൊരു ശക്തി, പ്രാർത്ഥനയിലൂടെ അസാധ്യകരമായ രീതിയിൽ ദൈവം അവിടെ രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 14 അധ്യായത്തിലോട്ട് വരുമ്പോൾ അതിന്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിനെ ദൈവം രക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. യഹൂദന്മാർ പൗലോസിനെ കല്ലെറിഞ്ഞു, പൗലോസ് മരിച്ചു എന്ന് വിചാരിച്ച് അവർ തിരിച്ചുപോയി. എന്നാൽ ദൈവം അവിടെ പൗലോസിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ മക്കളുടെ ജീവനെ സംരക്ഷിക്കുന്ന ദൈവത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ പ്രകൃതി ദുരന്തത്തിൽ നിന്നുള്ളൊരു സംരക്ഷണം നമുക്ക് കാണാൻ സാധിക്കും. കാറ്റടിച്ച് കപ്പൽ നിലയില്ലാതെ ഇടിച്ച് തകർന്നു പോയ സംഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ പൗലോസിനോട് കൂടെയുള്ളതായിരിക്കുന്ന 276 പേരെയും സംരക്ഷിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ആ ദൈവത്തിനുള്ളതായിരിക്കുന്ന വലിയ വിശ്വാസവും ധൈര്യവും ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പൗലോസിനെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവ കപ്പലിലുള്ള 275 പേരെയും സംരക്ഷിക്കുന്ന കാണുന്നത്. അവിടെ പൗലോസ് എന്ന ഒരാൾക്ക് വേണ്ടി ദൈവം അവിടെ കപ്പലിലുള്ളതായിരിക്കുന്ന മുഴുവൻ ആളുകളെയും രക്ഷിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ ആലോചിക്കുകയാണ്, ദൈവമക്കൾ വസിക്കുന്നതായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും
സ്ഥലങ്ങളുമൊക്കെയും മറ്റും ദൈവത്തിന്റെ സംരക്ഷണയിലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മാത്രമല്ല ദൈവമക്കൾ ജോലി ചെയ്യുന്നതായിരിക്കുന്ന സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ അയൽവാസികൾ, അവരുടെ ഓണേഴ്സ്, ഇതൊക്കെയും ദൈവമക്കൾ മൂലം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് അറിയാം. അതുപോലെ തന്നെ മറ്റു പലരും പറഞ്ഞു കേട്ടതൊക്കെ ആയിട്ട് നമുക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിരിക്കാം. അപ്പൊ ദൈവമക്കളെ ദൈവം സംരക്ഷിക്കുക മാത്രമല്ല, അവർക്ക് ചുറ്റുമുള്ളതിനെയും സംരക്ഷിക്കുന്നതായിരിക്കുന്ന ദൈവം, അവരുടെ ചുറ്റുമുള്ളവരെയും സംരക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന് 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ രക്ഷിക്കുന്നതായിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അവിടെ ജയിലിൽ അവര് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ വലിയ രക്ഷ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ജയിലിൽ കിടക്കുന്നതായിരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവത്തെ പാടി സ്തുതിക്കണമെങ്കിൽ സാധാരണക്കാരായ ഒരാൾക്ക് അതിന് സാധിക്കത്തില്ല. ദൈവത്തിൽ അത്ര വിശ്വാസവും ആ ധൈര്യവും ദൈവം പ്രവർത്തിക്കുന്നുള്ളതായിരിക്കുന്ന ഒരു ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അവർക്ക് അതിന് സാധിച്ചത്. ദൈവം അവരങ്ങനെ കാരാഗ്രഹത്തിലുള്ള ആ അവസ്ഥയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോൾ ദൈവം അവരെ അവിടുന്ന് രക്ഷിക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ദൈവം തൻ്റെ മക്കളെ രക്ഷിക്കുന്നത് പാപത്തിന്റെ ഭയത്തിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും ഒക്കെ ദൈവം രക്ഷിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളിലൂടെ ദൈവത്തെ ലോകം അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തിന്റെ നാമം അതിലൂടെ മഹത്വപ്പെടാൻ വേണ്ടിയാണ്. ഈ ദൈവം നമ്മൾക്ക് ചെയ്തു തന്നിരിക്കുന്ന ഉപകാരങ്ങൾ ഓർത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ ദൈവത്തെ ലോകത്തെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മളത് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ദൈവം നയിക്കുന്ന ദൈവമാണെന്നാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം മോശ മുഖാന്തരം ഇസ്രായേലിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മോശയെ ലീഡർ ആക്കിക്കൊണ്ട് തന്നെ ദൈവം തുടർന്നുള്ളതായിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ, അവരുടെ യാത്രയിൽ കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മരുഭൂമിയിൽ ദൈവം അവരെ നടത്തിയതായിരിക്കുന്ന വിധങ്ങൾ, അവർക്ക് മരുഭൂമിയിലെ വഴി അറിയത്തില്ലായിരുന്നു, എന്നാലും ദൈവം അവരോട് കൂടിയിരുന്നു. മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടിയിരുന്നു. നമ്മൾ ഓർക്കുകയാണെങ്കിൽ മരുഭൂമിയിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്ര ചൂടാണ്. അവിടെ മരുഭൂമി ചൂടാണ്, സൂര്യന്റെ പ്രകാശം ധാരാളമായിട്ട് വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ മേഘസ്തംഭം അവർക്ക് തണലായിട്ട് അവരോട് കൂടെ നിന്നു. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ദൈവം അവരെ സംരക്ഷിക്കുന്ന, അവരെ കരുതുന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ അവരുടെ മുൻപേ ഈ മേഘസ്തംഭത്തിൽ ദൈവം അവരോട് മുൻപേ പോയി. ഇസ്രായേലിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ട് ചെങ്കടലിലോട്ട് വരുന്ന ആ സമയത്ത് ഈ ഇസ്രായേലിനും മിസ്രൈമിനും മധ്യത്തിൽ, മിസ്രൈം സൈന്യത്തിനും ഇടയിൽ ഒരു മതില പോലെ തന്നെ നിന്നിട്ട് ഈ മേഘസ്തംഭം അവരെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പം അവരെ രക്ഷയ്ക്കായിട്ട് അവരെ സംരക്ഷിച്ച ദൈവം അവിടുന്ന് വന്ന ഓരോ വഴികളിലും ദൈവം അവരോട് കൂടെ ഇരുന്നു. മാത്രമല്ല രാത്രിയിൽ അവർക്ക് വെളിച്ചമായിട്ട് അഗ്നിസ്തംഭം അവർക്ക് വെളിച്ചമായിട്ട് അവരോട് കൂടെ നടന്നു. രാത്രിയിൽ ദൈവം അവർക്ക് വെളിച്ചം നൽകി ദൈവം അവരെ നടത്തി. ഇത് വിട്ടുമാറാതെ അവരുടെ മരുഭൂമി യാത്രയുടനീളം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം തന്റെ ജനത്തെ വിട്ടുപോകാത്തതായിരിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ മാറാത്ത സാന്നിധ്യം നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല ദൈവം അവർക്ക് വിശന്നപ്പോൾ ദൈവം അവർക്ക് മന്ന നൽകി, പാറയിൽ നിന്നുള്ള ജലം നൽകി ദൈവം അവരുടെ ദാഹം അകറ്റി. അപ്പോൾ ദൈവം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിലും കൂടെയുള്ള ദൈവമാണ്, അങ്ങനെ നമ്മളെ നടത്തുന്നതായിരിക്കുന്ന ഒരു ദൈവമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മോശയുടെ കാലശേഷം യോശുവ ഉപയോഗിച്ച് ദൈവം ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യോശുവ 3:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോർദാൻ നദി കടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ സമയത്ത് ഇവരവിടെ എത്തുന്ന സമയത്ത് യോർദാൻ നദി കവിഞ്ഞൊഴുകുന്നതായിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ദൈവം ആ യോർദാൻ നദിയെ ഒരു ചെറു പോലെ നിർത്തി എന്നാ പറഞ്ഞ്, അതുപോലെ നിർത്തി ദൈവം അവിടെയും ഉണങ്ങിയ നിലത്തൂടെ തന്നെ ഈ ഇസ്രായേൽ ജനത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല എരിഹോ വീഴ്ത്തിയതായിരിക്കുന്ന ഒരു സംഭവം, അത് എത്രയോ അതിശയമാണല്ലേ. ഒരു ഫോഴ്സിനെ ഉപയോഗിക്കാതെയാണ് ഇന്ന് ഇപ്പം നമ്മൾ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ബോംബ് ഇടുന്നു, മിസൈലുകൾ വരുന്നു. എന്നാൽ ഇവിടെ ദൈവം ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ദൈവം അവരോട് പറഞ്ഞു 7 ദിവസം ഈ എരിഹോ മതിലിനെ ചുറ്റി നടക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ 7-ാം ദിവസം ആ മതിൽ ഇടിഞ്ഞു വീഴുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ദൈവം അവരെ നടത്തിയതായിരിക്കുന്ന വിധങ്ങൾ ഓർക്കുവാണെങ്കിൽ എത്ര അതിശയമാണല്ലേ. ദൈവം അത്ര അതിശയകരമായിട്ടാണ് ദൈവം അവരെ ആ വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിക്കുന്നത്.
ദൈവം തന്റെ മക്കളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവനാണ്. എന്നാൽ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപ് അവർക്ക് പല പ്രതിസന്ധികളും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആ പല പാഠങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് ദൈവം അവരുടെ മുന്നോട്ടുള്ള യാത്ര നയിക്കുന്നത്. അങ്ങനെയാണ് അവരെ ദൈവം ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. എന്നാൽ അവര് വളരെ ഒരു പ്രശ്നം സഹിക്കാതെയല്ല, വളരെയധികം പ്രശ്നങ്ങളിലൊക്കെ നടന്നുകൊണ്ട് തന്നെയാണ് അവിടെ എത്തിച്ചത്. ദൈവം നമ്മോടുള്ള ബന്ധത്തിലും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും മാറ്റമില്ല. ഇങ്ങനെ തന്നെയാണ് ദൈവവും നമ്മളെ നയിക്കുന്നത്. നമ്മെ എല്ലായ്പ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ നമ്മളെ നിത്യതയിൽ ചേർക്കുന്നതായിരിക്കുന്ന നാൾ വരെ നമ്മെ നയിക്കുന്നവനായിട്ടുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ വഴികാട്ടിയായിട്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നതിനായ ഒരു ദൈവം. ചില സമയങ്ങളിൽ നമുക്ക് തോന്നാം നമ്മൾ വഴിമുട്ടിപ്പോയെന്ന്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിന്റെ മുൻപില് അത് നമ്മുടെ വഴി മുട്ടിപ്പോയിട്ടില്ല. ദൈവം അപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെ തോന്നാം, എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെയല്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കണം, ദൈവത്തിന്റെ വചനം കൂടുതലായിട്ട് പഠിക്കണം. അപ്പോൾ അങ്ങനെ ദൈവം നമ്മളെ ആ വചനത്തിലൂടെയാണ് ദൈവം നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നത്. സങ്കീർത്തനം 119:105 ഇങ്ങനെയുള്ള കാണുന്നത്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നാണ് കാണുന്നത്, അല്ലെ? ദൈവവചനമാകുന്ന ബൈബിള് നമ്മുടെ ഒരു ഗൈഡാണ്. ആ വചനത്തിലൂടെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്. നമ്മൾക്ക് മുമ്പോട്ട് പോകാനുള്ളതായിരിക്കുന്ന പ്രകാശം ദൈവം തരും. എന്നാൽ ആ പ്രകാശം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മൾ ആ പ്രകാശം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കും. നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവം നമുക്ക് വീണ്ടും പ്രകാശം തന്ന് ദൈവം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അങ്ങനെയാണ് ദൈവം നമ്മളോട് കൂടി ഇരിക്കുന്നത്. മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കുന്നു. റോമാലേഖനം 8:14 ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാവുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പിന് നമ്മൾ ചെവി കൊടുക്കണം. അങ്ങനെ നമ്മൾ ചെവി കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിന്റെ മക്കളായ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെ ചെവി കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് മുൻപോട്ട് പോകാനുള്ള വഴികൾ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 16:6-7 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിനെ കൂടെയുള്ളവരെയും അവർ പോകുവാനായിട്ട് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പോകുവാൻ ദൈവാത്മാവ് അവരെ സമ്മതിച്ചില്ല എന്ന് പറയുന്നത്. ബിദുന്യയ്ക്ക് പോകുവാൻ വേണ്ടി ശ്രമിച്ച അവരെ അതിന് സമ്മതിക്കാതെ മക്കദോന്യയിലേക്ക് അയക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ അവര് മക്കദോന്യയിലെത്തി. എന്നാൽ ആ മക്കദോന്യയിലേക്ക് ദൈവം വിട്ടതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. മക്കദോന്യയിലാണ് യൂറോപ്പിലെ ആദ്യത്തെ സഭ ഉണ്ടായത്. അപ്പൊ ദൈവത്തിന്റെ മുൻപിൽ അടഞ്ഞ വാതിലുകളും ദൈവത്തിന്റെ ഒരു നയിക്കലാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ദൈവം നമ്മളെ നടത്തുന്നതായിരിക്കുന്ന വിധങ്ങള് അതെത്ര വലുതല്ലേ. അപ്പൊ നമ്മുടെ മുൻപില് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, എന്തുകൊണ്ട് ദൈവം അവരൊരു പക്ഷെ ചിന്തിച്ചാൽ എന്തുകൊണ്ടായിരിക്കും ദൈവം ഇങ്ങനെ ചെയ്തേ? നമ്മൾ സുവിശേഷം പറയാൻ വേണ്ടിയാണല്ലോ, ദൈവത്തിന്റെ വചനം അറിയിക്കാൻ വേണ്ടിയാണല്ലോ പോയെന്ന് ഒരു പക്ഷെ അവർ ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വന്നാൽ ദൈവത്തിന്റെ മുൻപിൽ അതൊരു ആശ്ചര്യചിഹ്നമായിരിക്കും. ദൈവം അവിടെ വേറൊരു വഴിയാണ് കണ്ടിരുന്നത്. അവിടെ ഒരു സഭ ഉണ്ടാകാൻ വേണ്ടി, യൂറോപ്പിലെ ആദ്യത്തെ സഭ ഉണ്ടാകാൻ വേണ്ടി അത് കാരണമായി തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ നയിക്കല് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ശരിയായ രീതിയിൽ അനുഭവിക്കണം. ദൈവം നയിക്കുന്ന പാതയിലൂടെ തന്നെ നമ്മൾ മുൻപോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ മറ്റു വഴികൾ തിരഞ്ഞെടുത്താൽ അത് നമ്മുടെ ദോഷത്തിനായിട്ടായിരിക്കും തീരുക. അപ്പോൾ നാം ഇസ്രായേൽ ജനത്തെ തന്നെ ഓർത്താൽ മതി. നമ്മുടെ മുൻപിൽ എല്ലാത്തിനും മാതൃകകളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇസ്രായേൽ ജനത്തെ തന്നെ നോക്കി വെച്ചാൽ മതി. അവർ പലപ്പോഴും ദൈവത്തോട് മത്സരിച്ചു, അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് തന്നെ ദൈവം അവരെ വളരെ കാലം മരുഭൂമിയിലൂടെ കൊണ്ടു നടത്തി. പ്രത്യേകിച്ച് നമ്മൾ കാദേശ് ബർന്നയിലോട്ട് എത്തി അവർ വരുന്ന സംഭവം 1-ാം അധ്യായം, ആവർത്തന പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവർ കാദേശ് ബർന്നയിലെത്തി ദീർഘകാലം കാദേശ് ബർന്നയിൽ അവർ താമസിച്ചെന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അവിടെ ദൈവം അവരെ അവിടെ കറങ്ങി നടത്തി, അവരെ അവിടെ അലഞ്ഞു നടക്കാൻ ഇടയായി തീർന്നു. കാരണം അവര് ദൈവത്തോട് മത്സരിച്ചു. ദൈവം പറഞ്ഞത് അവർ കേട്ടില്ല. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിന്റെ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാതെ നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതേ അവസ്ഥയിലൂടെ തന്നെ ദൈവം കൊണ്ടുപോകും. നമ്മളെ ദൈവം കറക്കി നടത്തും, ദൈവം നമ്മളെ അലഞ്ഞ് നടക്കുമാറാക്കും. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ നമ്മളെ കൊണ്ടുപോയാലും ദൈവം അവസാനം ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ നമ്മളെ എത്തിക്കും. ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിഞ്ഞതായിരിക്കുന്ന ഒരു ദൈവ പൈതല് അവസാനം ദൈവത്തിന്റെ ഹിതത്തിൽ തന്നെ എത്തിച്ചേരും. ഏതെല്ലാം വഴി നമ്മൾ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് പോയാലും അവിടെയൊന്നും നമുക്ക് വിജയിക്കാൻ സാധിക്കത്തില്ല. ദൈവം എന്താണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ നിലയിൽ തന്നെ നമ്മൾ അവസാനം എത്തിച്ചേരും.
ഞാൻ പറഞ്ഞു വന്നത്, ഇസ്രായേലിനെ ദൈവം വിവിധങ്ങളായ സാഹചര്യത്തിലൂടെ നടത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. അതുപോലെ തന്നെ ദൈവം നമ്മെയും ദൈവത്തിന്റെ വചനത്തിലൂടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നയിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം നമ്മളെ നയിക്കുന്നതിന് മാത്രമല്ല, ദൈവം നമ്മളെ നയിക്കാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്ന ഒരു ദൈവവും കൂടെയാണ്. നമ്മളിപ്പോൾ അങ്ങനെ ദൈവം നമുക്ക് നൽകിയതായിരിക്കുന്ന ആ വെളിച്ചം നമ്മിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ദൈവം ആഗ്രഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒരു ദൈവത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള നയിക്കൽ, നമ്മൾ വില്യം കയറിയെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ, വില്യം കയറി ദൈവം നയിച്ചതുകൊണ്ടാണല്ലോ ഈ ഇരുളടഞ്ഞു കിടന്ന് ഇന്ത്യയിലേക്ക് വരുവാനും നമ്മളെ പോലെയുള്ള ആളുകൾക്ക് കർത്താവിനെയൊക്കെ അറിയാൻ വേണ്ടി ഇടയായി തീർന്നത്. അങ്ങനെ എങ്ങനെയാണ് ഇന്ത്യയിൽ വെളിച്ചമെത്തുന്നതിനൊരു കാരണമായി തീർന്ന ദൈവം ഇതുപോലെയുള്ളതായിരിക്കുന്ന ദൈവദാസന്മാരെ ഉപയോഗിച്ചത് കൊണ്ടാണല്ലോ. അപ്പൊ ഇതേ കാര്യം തന്നെ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ അറിഞ്ഞതായിരിക്കുന്ന സത്യങ്ങള് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അങ്ങനെ ദൈവത്തെ മറ്റുള്ളവരെ അറിയിക്കാനും നമുക്കും ഇതേ ഉത്തരവാദിത്വം ഉള്ളവരാണെന്ന് നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. അവസാനമായിട്ട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുക എന്നത് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതകാലം മുഴുവനും മാത്രമല്ല നിത്യതയിലും നീണ്ടു നിൽക്കുന്നതായിരിക്കുന്ന ഒരു പ്രക്രിയയാണെന്നാണ്. നമ്മളൊരു മനുഷ്യനെ കുറിച്ചുള്ളതായിരിക്കുന്ന അവന്റെ ജീവിത ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് ഒന്നോ രണ്ടോ ബുക്കിൽ മാത്രം, നമ്മളത് പഠിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ബുക്കിലൊക്കെ മാത്രം ഒതുങ്ങുന്നതായിരിക്കുന്ന കാര്യമായിരിക്കും. എന്നാൽ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന നമ്മുടെ പഠനം എന്ന് പറയുന്നത് അത് ഒരിക്കലും അവസാനിക്കുന്നതല്ല. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിത്യതയിലും അത് തുടർന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണത്. അവസാനമില്ലാത്തതായിരിക്കുന്ന ഒരു പഠനമാണ്. ആവർത്തന പുസ്തകം 33 അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മോശ തന്റെ മരണത്തിന് മുൻപായിട്ട് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നതായിരിക്കുന്ന കാര്യമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മോശ തന്റെ ജീവിതത്തിലുടനീളം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയതായിരിക്കുന്ന കാര്യങ്ങൾ അതിലൂടെ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്ന നമുക്ക് ഈ ആവർത്തനം 33 അധ്യായത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നാം ദൈവത്തെ അറിയാനായിട്ട് ആരംഭിച്ച നാൾ മുതൽ, നാം രക്ഷിക്കപ്പെട്ട നാൾ മുതൽ പാപത്തിന്റെ ഫലമായി എല്ലാ മനുഷ്യരും ആത്മീയമായിട്ട് മരിച്ചു വരുന്നവരാണല്ലോ. എന്നാൽ ആ നാൾ മുതൽ ദൈവം നമ്മുടെ എല്ലാം കണ്ണുകളെ തുറന്നതായിരിക്കുന്ന നാൾ മുതലാണ് ദൈവത്തെ നമ്മൾ അറിയാനും ദൈവമായിട്ട് നമ്മളൊരു വ്യക്തിപരമായുള്ള ബന്ധത്തിലേക്ക് വരുവാനും ഇടയായി തീർന്നത്. മോശ എപ്പോഴാണ് ദൈവമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും മിക്കവാറും മോശയുടെ ആദ്യത്തെ 40 വയസ്സിനുള്ളിൽ തന്നെ ആയിരിക്കാം ഇത് സംഭവിച്ചത്. അങ്ങനെ ദൈവത്തെ അറിയാൻ വേണ്ടി മോശയ്ക്ക് ഇടയായി തീർന്നത്. രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ ഒരിക്കലും കർത്താവിനെ കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പൂർണ്ണമാകുന്നില്ല. ദൈവവചനത്തിലൂടെ ദൈവം നടത്തിയതായിരിക്കുന്ന, ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. മോശയ്ക്ക് തൻ്റെ കയ്യിൽ അന്ന് ബൈബിൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ മോശയ്ക്ക് നേരിട്ട് തന്നെ ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം മോശയ്ക്ക് താൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന വിവിധങ്ങളായ പരിശോധനകളിലൂടെയും വേദനകളിലൂടെയും ദൈവത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. മോശയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായിരിക്കുന്ന അനേക സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവം മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തതായിരിക്കുന്ന സന്ദർഭങ്ങൾ അനേകമുണ്ട്. പുറപ്പാട് 5:22 മുതൽ 6:1 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 33:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലോട്ട് വരുമ്പോൾ നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം. പുറപ്പാട് പുസ്തകം 6:1 യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയും എന്ന് അരുളി ചെയ്തു. ദൈവത്തിന്റെ കൈയുടെ ശക്തി മിസ്രയീമിന്റെ ശക്തിയെ തകർത്ത് കളയുന്നതായിരുന്നു ദൈവത്തിന്റെ ശക്തി. അത് ദൈവം മോശയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ദൈവം മോശയ്ക്ക് ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്ത്, മോശ അങ്ങനെ മനസ്സിലാക്കി കൊടുത്താണ് ദൈവം മോശയെ കൊണ്ടുവന്നത്. നമുക്കിന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളിത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, മോശയ്ക്ക് അന്ന് ദൈവം ഓരോ കാര്യങ്ങളും മോശയുടെ അനുഭവത്തിലൂടെ തന്നെ മോശയ്ക്ക് കാണിച്ചു കൊടുത്ത് തന്നെയാണ് മനസ്സിലാക്കി കൊണ്ടുവന്നത്. ആത്മീയമായിട്ടുള്ള സത്യങ്ങൾ മറ്റുള്ളവർക്കും വരും തലമുറയ്ക്കും പകർന്നു കൊടുക്കുവാനുള്ള വലിയ നിയോഗം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. മോശ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞതായിരിക്കുന്ന സത്യങ്ങളൊക്കെയും 5 പുസ്തകങ്ങളിലായിട്ട് ദൈവജനത്തിന്, തൻ്റെ ദൈവമക്കൾക്ക് പകർന്നു കൊടുത്തു. ഈ വേദഭാഗം ആവർത്തനം 33 അധ്യായത്തിൽ അനേക സത്യങ്ങൾ മോശ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് 33:26 മുതൽ 29 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, യശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്.
അവൻ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു, സംഹരിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിന്റെ ഉറവ് തനിച്ചും വസിക്കുന്നു. ആകാശം അവന് മഞ്ഞു പൊഴിക്കുന്നു. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയം, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിൽ മേൽ നടകൊള്ളും. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവജനത്തിന് സഹായകനായിട്ട് സർവശക്തനായ ദൈവമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നിത്യനായിട്ടുള്ള ഒരു ദൈവമാണ്. തന്റെ ജനത്തിന്റെ സംരക്ഷകനാണ്. ദൈവത്തെക്കുറിച്ചുള്ള അനേക സത്യങ്ങൾ മോശ തന്റെ ജീവിതകാലത്ത് മനസ്സിലാക്കുകയും വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ പോയതുകൊണ്ട് മോശയ്ക്ക് ദൈവത്തെക്കുറിച്ചുള്ള അനേക സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ ഇതൊക്കെ ഈ ആഴത്തിലുള്ളതായിരിക്കുന്ന മോശ അറിഞ്ഞതായിരിക്കുന്ന അറിവുകളൊക്കെയും മോശ തന്റെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്തു. അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ഇതൊക്കെ അറിയാനായിട്ട് സാധിച്ചത്. നമ്മൾ അനേകരും പലതരത്തിലുള്ളതായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആളുകളുണ്ട്. അതുപോലെ തന്നെ രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയ ആളുകളുണ്ട്. പ്രയാസങ്ങൾ അനുഭവിച്ചതായിരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെയും ദൈവം അനുവദിക്കുന്നത് നമ്മൾ ഒരിക്കലും തകർന്നു പോകാൻ വേണ്ടിയല്ല. ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥകളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നത്. നമ്മളത് ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങൾ വരുന്നത്. അങ്ങനെ നമ്മൾ അറിഞ്ഞതായിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനും കൂടെ വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥകൾ തരുന്നത്. മോശ തന്റെ ദൈവത്തെക്കുറിച്ച് അനേക ആത്മീയ സത്യങ്ങൾ തന്റെ ജനത്തിന് പകർന്നു നൽകി. അതുകൊണ്ട് തന്നെ അത് ദൈവത്തെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞതായിരിക്കുന്ന ദൈവത്തിന്റെ വലിപ്പത്തെക്കുറിച്ചും അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം പകർന്നു നോക്കി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്നൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ദൈവവചനം വായിച്ചാൽ മതിയല്ലോ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉള്ള സൊല്യൂഷൻ ഈ ദൈവവചനത്തിൽ തന്നെയുണ്ട്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് നമ്മുടേതായ പ്രശ്നങ്ങൾക്ക് പരിഹാരവും നമ്മൾക്ക് ധൈര്യവും ബലവും ഒക്കെ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മുൻപിൽ പല പ്രായത്തിലുള്ള സഹോദരിമാരിരുപുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞതായിരിക്കുന്ന നമ്മൾ ആ സത്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കും നമ്മുടെ വരും തലമുറയ്ക്കും പകർന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഇന്നലെ ബ്ലസ്നയിലൂടെ സാക്ഷ്യം കേട്ടല്ലോ. അപ്പം ബ്ലസ്നയുടെ ആ പ്രായത്തിൽ തന്നെ ഈ 21 വയസ്സിനുള്ള ആ പ്രായത്തിൽ തന്നെ ബ്ലസ്സിനെ കടന്നു പോയതായിരിക്കുന്ന ആ അവസ്ഥ ബ്ലസ്സിനെ ഇന്നലെ നമ്മളുമായിട്ട് പങ്കുവച്ചു. അപ്പം ഇതാണ് നമ്മളെക്കുറിച്ചും ദൈവം ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. നമ്മൾ അനുഭവിച്ചതായിരിക്കും, നമ്മളോട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ, ആ സത്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വെച്ചു കൊടുക്കുവാൻ വേണ്ടി നമ്മൾ അതിനുള്ള ബാധ്യസ്ഥരാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ പദവിയാണിത്. ഒരു വലിയൊരു അനുഗ്രഹമാണ്. നമുക്കൊരു വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകിയതാണ് ഇത് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അത് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ദൈവം അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ. അതിനുള്ള വലിയ കൃപ ദൈവം നമുക്ക് തരട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ ആരാധിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നിത്യതയിലും ദൈവത്തെ ആരാധിക്കാനുള്ളതായിരിക്കുന്ന വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവാരാധനയ്ക്ക് നമ്മെ പ്രചോദിപ്പിക്കുന്നതായിരിക്കുന്ന 3 യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവം ആണ്. അതുപോലെ തന്നെ നമ്മുടെ ദൈവം നയിക്കുന്ന ദൈവമാണെന്നോർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മാത്രമല്ല, ദൈവത്തെ ആരാധിക്കുക എന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തിലും നമ്മുടെ വരുവാനുള്ളതായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിത്യതയിലും നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന കാര്യം നമുക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നമ്മളെ ഇതുവരെയും ദൈവം എത്തിച്ചതായിരിക്കുന്ന വിധങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.